കനത്ത മഴയിൽ പത്തനംതിട്ട റാന്നി ടൗണിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് വ്യാപാരികൾക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോരത്തുള്ള ഒരു കടയിലാണ്. ഇപ്പോഴാണ് വെള്ളം അല്പമൊന്ന് ഇറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഷട്ടർ തുറന്ന് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോൾ ഇത് പരിശോധിക്കാൻ വേണ്ടി എത്തിയത്. കണ്ടില്ല എത്രമാത്രം വലിയ നഷ്ടമാണ് ഈ വ്യാപാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ മുഴുവൻ നശിച്ചുപോയി. ഇന്ന് രാവിലെ ഈ ഭാഗത്തൊക്കെ വലിയ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഷട്ടർ തുറന്നകത്തേക്ക് ഒന്ന് കയറി നോക്കാൻ പറ്റിയത്. പണം ഒക്കെ ഉണ്ടായിരുന്ന പണം മുഴുവൻ നനഞ്ഞു പോയ ഒരവസ്ഥ കൂടിയാണ്. ഇപ്പോൾ കടയുടെ നടത്തിപ്പുകാരനാണ്, അദ്ദേഹമാണ് ഇപ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, എല്ലാ സാധന സാമഗ്രികളും നശിച്ച അവസ്ഥയിലാണ്. ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് പറയാം. അല്പമെങ്കിലും ഉയരത്തിൽ ഉണ്ടായിരുന്ന ബാറ്ററികളൊക്കെയാണ്, എക്സൈഡിൻ്റെയൊക്കെ ബാറ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബാറ്ററി കടയാണല്ലേ? ബാറ്ററി കട. താഴെ ഉണ്ടായിരുന്ന മുഴുവനും നശിച്ചു. താഴെ ഉണ്ടായിരുന്നതൊക്കെ വെള്ളത്തിൽ പോയി. കുറേയൊക്കെ സമയം കിട്ടിയ സമയത്ത് കുറേയൊക്കെ പറക്കി മാറ്റി രാവിലെ. ബാക്കി എല്ലാം വെള്ളത്തിൽ പോയി. കുറേ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഹൃദയം നമുക്ക് എന്താ പറയുക, വളരെയധികം വിഷമം തോന്നിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. കാരണം അവരെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ വലിയ പ്രതീക്ഷകളൊക്കെയാണ്. മുഴുവൻ വെള്ളം കയറി. കണ്ടില്ല, 500-ൻ്റെ ഒരു കെട്ട് നോട്ടാണ് വെള്ളം കയറി നശിച്ചത്. നമുക്ക് വിഷമമുണ്ട് എന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ്. രാവിലെ എണ്ണീറ്റ് നോക്കുമ്പോൾ ഇതായിരുന്നു. ഒരുപാട് നഷ്ടമുണ്ട്, നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്. ബാറ്ററികളാണല്ലേ? ബാറ്ററികളാണ്. ബാറ്ററി, ഇൻവേർട്ടർ, ഇതെല്ലാമാണ്. ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. പുതിയ വസ്തുക്കൾ തന്നെ വിൽക്കുന്നു. പുതിയതാണ്. കുറേയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റി, ബാക്കിയെല്ലാം പോയി. എത്ര രൂപയുടെ നഷ്ടം വന്നു കാണും? ഒരു 2-3 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതാണ് വ്യാപാരികളുടെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന നോട്ട് കെട്ട് കണ്ടില്ലേ, അത് മുഴുവൻ നനഞ്ഞ് നാശമായി പോയി. അതിലുപരിയായി ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും, പുതിയ ബാറ്ററിയൊക്കെയാണ്, ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. വ്യാപാരികളെ സംബന്ധിച്ച് അവർ വളരെയധികം വേദനയോട് കൂടിയാണ് ഈ ഒരു അവസ്ഥയിൽ സംസാരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. പ്രളയ സമാനമായിട്ടുള്ള 2018 മഹാപ്രളയത്തിന് സമാനമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം തന്നെയാണ് റാന്നിയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ പമ്പാനദിയിൽ ജലനിരപ്പ് ഉയർന്നാണ് റാന്നി മാമുക്ക് ഭാഗങ്ങളിൽ, റാന്നി ഇട്ടിയപ്പാറ ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഉയർന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. ഇനിയും ഒരുപക്ഷെ മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ ഇനിയും വെള്ളം ഉയരുമോ എന്നൊരു ആശങ്ക കൂടി വ്യാപാരികൾക്ക് ഉണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.